എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഓഗസ്റ്റ് 15 നമ്മൾ ഭാരതീയർക്ക് ഓരോരുത്തർക്കും ഏറ്റവും അഭിമാനമുള്ള ദിവസമാണ് അല്ലേ, നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ഓഫ് ഇന്ത്യ. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ രാജ്യം 78ാമത് ഇൻഡിപെൻഡൻസ് ഡേ ആണ് ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ തീം എന്നുള്ളത് വികസിത് ഭാരത് അഥവാ ഡെവലപ്ഡ് ഇന്ത്യ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഭാരതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, നേട്ടങ്ങൾ തീർച്ചയായിട്ടും വളരെയധികം സ്വാഗതാർഹമാണ്. നമ്മൾ ഓരോരുത്തരും വളരെയധികം അഭിമാനിക്കുന്നതുമാണ്. പക്ഷേ ഈ അടുത്തൊരു സംഭവം നടന്നത് അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു മുന്നേറ്റത്തെ കോട്ടം തട്ടുന്ന രീതിക്കുള്ളൊരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് നടന്നത്. കൽക്കട്ട മെഡിക്കൽ കോളേജിൽ 31 വയസ്സുള്ള ഒരു PG ട്രെയിനി ഡോക്ടർ മൃഗീയമായി കൊലപ്പെടുകയുണ്ടായി. അതും ഹോസ്പിറ്റലിൽ വെച്ച്. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്കൊരു വീട് പോലെയാണ്, ഒരു സെക്കൻഡ് ഹോം പോലെയാണ്. കാരണം നമ്മളവിടെ പല പ്രശ്നങ്ങളായിട്ട് വരുന്നവർക്ക് ഒരു സമാശ്വാസം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെ വെച്ച് മൃഗീയമായി കൊല്ലപ്പെടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഒരു അപലപനീയമാണ്. നമുക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വാർത്തയുമല്ല. അപ്പോൾ എല്ലാ ഭരണാധികാരികളോടും ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇതേപോലൊരു പൂമ്പാറ്റയായിട്ട് നടന്നൊരു പെൺകുട്ടിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് മൃഗീയമായി, അവളുടെ തെറ്റില്ലാത്ത കാരണം കൊണ്ട്. എന്ത് കാരണങ്ങളായാലും അതിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്നും നമ്മളുടെ രാജ്യത്തിനോടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റത്തിനുള്ളൊരു പ്രൊട്ടക്ഷൻ തീർച്ചയായിട്ടും നൽകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നന്ദി, നമസ്കാരം.